ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ 4th യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റുകൾ നമ്മൾ എടുത്തിരുന്നു. അതിൽ 3rd യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റിൽ പറയുന്ന അതേ സെയിം ടോപ്പിക്കുകളാണ് 3rd യൂണിറ്റിലും വരുന്നത്. അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് 4th യൂണിറ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റുകൾ അതിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. 3rd യൂണിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന അതേ ടോപ്പിക്കുകൾ തന്നെയാണ്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് 4th യൂണിറ്റ് ആണ്. 4th യൂണിറ്റിലും ഈ സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്, ഏകദേശം റിപ്പീറ്റേഷൻ തന്നെയാണ്. അപ്പം നമുക്ക് അതിൽ വരുന്ന പ്രധാന പോയിന്റ്സുകളും അത് വല്ലാതെ ടീച്ചർ വൈഡായിട്ട് എഴുതില്ല കേട്ടോ, കാരണം ഒരുപാട് കാര്യങ്ങൾ വരുകൊണ്ട് അത് കൂടുതലായിട്ട് പറഞ്ഞു തരികയും ചെയ്യുക. അപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചോളൂ. നമ്മളെ യൂണിറ്റിന്റെ പേര് ഡിസാസ്റ്റർ പ്രൊഫൈൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഡിസാസ്റ്റർ പ്രൊഫൈല്. ഇന്ത്യയുടെ ഡിസാസ്റ്റർ പ്രൊഫൈല് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? വാലറബിലിറ്റി പ്രൊഫൈൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദുർബലമായിട്ടുള്ള പ്രൊഫൈലുകൾ. നമുക്കറിയാം, വാലറബിലിറ്റി പറഞ്ഞാൽ ദുർബലത. ഇന്ത്യയെ ദുർബലമാക്കുന്ന ശക്തികൾ എന്തൊക്കെയാണ്? ഇന്ത്യയെ ചില സമയത്ത് നമ്മുടെ രാജ്യം ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ പ്രോബ്ലംസ് നേരിടുമ്പോൾ ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യം തകർച്ച നേരിടും. കാരണം കൊടും വരൾച്ച വന്നാലും, ഫ്ലഡ് വന്നാലും, എർത്ത് കേക്ക് വന്നാലും, ലാൻഡ് ഫ്ലൈഡ് വന്നാലും അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയാണ് ബാധിക്കുക. നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് അത് മനസ്സിലാക്കിയതാണ്. കാരണം 2018 കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഫ്ലഡ്, അതിനുശേഷം ഉണ്ടായ രോഗവ്യാപനങ്ങളെ, കൊറോണ വൈറസ് പോലെയുള്ള രാജ്യം ലോകം മൊത്താകെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, ലോകത്തിന്റെ തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ച രോഗവ്യാപനം, അതേപോലെ തന്നെ പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സുകള്, ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെയാണ് തകർക്കുക. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റില് നമ്മുടെ രാജ്യത്തെ ദുർബലമാക്കുന്ന, വാലറബിലിറ്റി ആക്കുന്ന, അഥവാ നമ്മുടെ രാജ്യത്തെ ദുർബലമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടോപ്പിക് ശ്രദ്ധിച്ചോളൂ. വാലറബിലിറ്റി പ്രൊഫൈൽ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഡ്യൂ ടു ഈസ് physiographic and climatic condition is one of the most disaster prone areas of the world. അതായത് നമുക്കറിയാം, ഇന്ത്യ ഡ്യൂ ടു ഈറ്റ്സ് psychographic and climatic condition is one of the most disaster prone areas of the world. Psychographic എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ PHY ആണ്, PSY അല്ല, PHY ആണ്. അതാണ് എനിക്ക് ആദ്യം ഡൗട്ട് അടിച്ചത്. സോറി, PHY ആണ് കേട്ടോ. ഫിസിയോഗ്രാഫിക് എന്നാ പറയാ. ഫിസിയോഗ്രാഫിക് ആൻഡ് ക്ലൈമറ്റ് കണ്ടീഷൻ ഈസ് വൺ ഓഫ് ദ most disaster prone areas of the world. അതായത് അവിടെ പറയുന്നത് എന്താ നോക്കിക്കോളൂ. നമുക്കറിയാം, ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥയും കാരണം ലോകത്തിലെ ഏറ്റവും ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോ ഡ്യൂ ടു ഈസ് physiographic and climatic condition is one of the most disaster prone areas of the world. അതായത് എന്താണ് അവിടെ പറയുന്നത്? ഭൂമിശാസ്ത്രപരവും അതേപോലെ തന്നെ കാലാവസ്ഥയും കാരണം, ക്ലൈമറ്റും കാരണം. ഫിസിയോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിശാസ്ത്രപരം. ഫിസിയോഗ്രാഫിക്, PHYSIOGRAPHIC, ഫിസിയോഗ്രാഫിക്. അപ്പൊ ഫിസിയോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥ പരമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമായിട്ടാണ് ഇന്ത്യയെ കണക്കാക്കുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് വാലറബിൾ
വിൻഡ് സ്റ്റോം ഫ്രം ബോത്ത് ദ അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ. ഏറ്റവും കൂടുതൽ വിൻഡ് സ്റ്റോം, കൊടുങ്കാറ്റുകൾ, വിൻഡ് നമ്മളിൽ ഏതൊക്കെ കടലെടുക്കുകളിൽ നിന്നാണ് കാറ്റ് പ്രവേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിലേക്ക്? ബോത്ത്, രണ്ട്, അറേബ്യൻ സീയിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും. അറേബ്യൻ സീ ആൻഡ് ബംഗാൾ ഉൾക്കടൽ. അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ നിന്നും അറേബ്യൻ സീയിൽ നിന്നുമാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിൻഡ് സ്ട്രോം രൂപപ്പെടുന്നത്. ഇന്ത്യ ഹാസ് ഇൻക്രീസിംഗ്ലി ബിക്കം വൾനറബിൾ ടു സുനാമി സിൻസ് 2004 ഇന്ത്യൻ ഓഷ്യൻ സുനാമി. 2004 ഉണ്ടായിട്ടുള്ള ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ബാധിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഉൾക്കടലിൽ ഉണ്ടായിട്ടുള്ള, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിട്ടുള്ള സുനാമി തിരകളാണ് എന്ന് 2004. ഇന്ത്യ ഹാസ് എ കോസ്റ്റ് ലൈൻ റണ്ണിംഗ് 7,600 kilometer along as result respectively threatened by cyclone. അത്തരത്തിലുള്ള സൈക്ലോണുകൾ എത്ര കിലോമീറ്റർ ദൂരം വീശി എന്നാണ് പറയുന്നത്? 7,600 കിലോമീറ്റർ വരെ ദൂരം വഹിക്കുന്ന രീതിയിലുള്ള തിരമാലകളായിരുന്നു. 7,600 കിലോമീറ്റർ. ഇപ്പൊ ഒരു കടലിൽ നിന്നും എത്ര ദൂരമാണ് ആ തിരമാല എന്നാ പറയുന്നത്, റൺ ചെയ്തത് എന്നാ പറയണത്? 7,600 കിലോമീറ്റർ ദൂരം വരെ ആ തിരമാലകളുടെ കോസ്റ്റ് ലൈനിൽ നിന്നും, തീരദേശത്ത് നിന്നും തിരമാലകൾ എത്ര കിലോമീറ്റർ ഉയർന്നു എന്നാ പറയുന്നത്? 7,600 കിലോമീറ്റർ വരെ. അതേപോലെ തന്നെ as a result is respectively threatened by cyclone. അപ്പോ ഇത്തരത്തിലുള്ള സൈക്ലോണുകൾ 7,600 കിലോമീറ്റർ ദൂരം വരെ ഉയർന്നതായിട്ടാണ് ഇവിടെ, അതായത് വീശിയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതാണ് സുനാമി എന്നറിയപ്പെടുന്നത്. കടലിലേക്ക് കാറ്റ് നന്നായി വീശുമ്പോൾ കടലിന്റെ തിരമാലകൾ ഉയർന്നു പൊങ്ങുകയും അത് കിലോമീറ്റർ കണക്കിന് ദൂരം ആ തിരമാലകള് റൺ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ വളരെയധികം ദോഷകരമായി, എത്രയോ ആളുകളുടെ ജീവനും സ്വത്തും ബിൽഡിങ്ങുകളും എല്ലാം നാശനഷ്ടത്തിലേക്ക് പോകുന്നതിന് കാരണമാകുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ വാലറബിലിറ്റി പ്രൊഫൈൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ദുരന്തങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഈ വാലറബിലിറ്റി ഉണ്ടാകുക എന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ദുരന്തങ്ങൾ പ്രവേശിക്കാറുള്ളത് എന്നാണ് പറയുന്നത്? ഹിമാലയൻ റീജിയൻ, ഗംഗാറ്റിക് പ്ലെയിൻ, ഗംഗാ സമതലം, അരിഡ് ആൻഡ് സെമി അരിഡ് റീജിയൻ, ഡക്കാൻ പ്ലേറ്റ്. അരിഡ് ആൻഡ് സെമി അരിഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ വരണ്ടതും അർദ്ധവരണ്ടതുമായ പ്രദേശങ്ങൾ, ഡക്കാൻ പ്ലേറ്റ്, അതേപോലത്തെ ഡക്കാൻ പീഠഭൂമി, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഘട്ട്, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ പടിഞ്ഞാറ് കിഴക്ക് മേഖലകളിൽ ഉണ്ടാകുന്ന ഘട്ടുകള്, അതേപോലെ തന്നെ കോസ്റ്റൽ റീജിയൻ, തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, ഇതൊക്കെ ഇന്ത്യയുടെ വാലറബിലിറ്റി പ്രൊഫൈല്, അതായത് ഇന്ത്യയുടെ ദുരന്തത്തിന് കാരണമാകുന്ന മേഖലകളാണ്. അപ്പൊ ഇന്ത്യയുടെ ദുരന്ത മേഖലകളായി കണക്കാക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഹിമാലയൻ റീജിയൻ, ഗംഗാ പ്ലെയിൻ, അരിഡ് ആൻഡ് സെമി അരിഡ് റീജിയൻ, ഡക്കാൻ പ്ലേറ്റ്, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഘട്ട്, കോസ്റ്റൽ റീജിയൻ. ഇനി നമ്മൾക്ക് ഇതിലെ ഓരോ പോയിന്റ്സുകളുമാണ് എടുത്ത് പഠിക്കേണ്ടത്. ഹിമാലയൻ റീജിയനെ കുറിച്ച് പറയണം, ഗംഗാറ്റിക് പ്ലെയിനിനെ കുറിച്ച് പറയണം, അരിഡ് ആൻഡ് സെമി അരിഡ് റീജിയനെ കുറിച്ച് പറയണം, ഡക്കാൻ പ്ലേറ്റിനെ കുറിച്ച് പറയണം, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഘട്ടിനെ കുറിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യണം, കോസ്റ്റൽ റീജിയനെ കുറിച്ച് ഡിഫൈൻ ചെയ്യണം. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം കുട്ടികളെ. അപ്പൊ നമുക്ക് വാലറബിലിറ്റി പ്രൊഫൈൽ ഓഫ് ഇന്ത്യയിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ദ ഹിമാലയൻ റീജിയൻ. ദുരന്ത പ്രദേശമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഹിമാലയൻ റീജിയൻ. അപ്പൊ നമുക്ക് ഹിമാലയൻ റീജിയനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ആസ് പെർ ഹിന്ദു mythology, the Himalayans are the place of abode for gods and thus every year. അതായത് as per ഹിന്ദു മിത്തോളജി, ഹിന്ദു പുരാണം അനുസരിച്ച്, മിത്തോളജി പറഞ്ഞാൽ മിത്ത് പറഞ്ഞ പുരാണം, അപ്പൊ ഹിന്ദു മിത്തോളജി പറഞ്ഞാൽ ഹിന്ദു പുരാണം അനുസരിച്ച് the Himalayans are the place of abode for gods and
thus every year. അതായത് ഹിന്ദു പുരാണം അനുസരിച്ച് ഹിമാലയം ദൈവങ്ങളുടെ വാസസ്ഥലമാണ്. ഹിമാലയം ദൈവങ്ങളുടെ വാസസ്ഥലമായിട്ടാണ് ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഏതിനെ കൺസിഡർ ചെയ്യുന്നത്? ഹിമാലയത്തെ പരിഗണിക്കുന്നത്. അതേപോലെ thousands of pilgrims religiously visit the important sacred place in this region. thousands. അതേപോലെ തന്നെ ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. അപ്പൊ thousands of pilgrims religiously visit the important sacred place in this region. അപ്പൊ ആയിരക്കണക്കിന് വരുന്ന തീർത്ഥാടകരാണ് ഈ സേക്രഡ് എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യമായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രദേശം സന്ദർശിക്കുന്നത്. However, the young Himalayan mountain range on the north still show focal sign of the neotenotism. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ വ്യക്തമാക്കുന്നത്? However, എന്നിരുന്നാലും വടക്കുള്ള യുവ ഹിമാലയൻ പർവ്വതനിര ഇപ്പോഴും നവടെക്ടോണിസത്തിന്റെ കേന്ദ്രബിന്ദുക്കൾ കാണിക്കുന്നു. However, the young Himalayan mountain range on the north still show focal type of neotectonism. Neotectonism എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നിരുന്നാലും വടക്കുള്ള ഹിമാലയൻ പർവ്വതനിര ഇപ്പോഴും നിയോടെക്നോട്ടിസത്തിന്റെ കേന്ദ്രബിന്ദുക്കൾ കാണിക്കുന്നു. കൂടാതെ നമുക്കറിയാം മൺസൂൺ സീസണിലേക്ക് കേന്ദ്രീകരിച്ച് ഉയർന്ന അന്തരീക്ഷ മഴയും ഉയർന്ന ആപേക്ഷിക ഭൂപ്രകൃതിയും ഉയർന്ന വിശ്വസനീയമായ പ്രദേശമാണ് നമ്മളുടെ ഹിമാലയം. അതുകൊണ്ട് തന്നെ ഹിമാലയ പ്രദേശത്തില് ഒരുപാട് മണ്ണിടിച്ചിലിനും അതേപോലെ മഞ്ഞുരുകി താഴേക്ക് പതിക്കുമ്പോൾ അത് വെള്ളപ്പൊക്കത്തിനൊക്കെ ഏത് പ്രദേശം കാരണമാകുന്നുണ്ട്? നമ്മളുടെ ഹിമാലയ പർവ്വത നിരകള് കാരണമാകുന്നുണ്ട്. ഹൈ അറ്റ്മോസ്ഫിയറിക് പെർസെപ്ഷൻ കോൺസെൻട്രേറ്റഡ് ടു ദ മൺസൂൺ സീസൺ ടുഗദർ വിത്ത് ഹൈ റിലേറ്റീവ് റിലീഫ് ആൻഡ് ഹൈലി ട്രസ്റ്റഡ് ഫ്ലഡഡ് മെറ്റോസ്ഫിയറിസ്ഡ് ആൻഡ് weathered rocks and made this region highly prone to landslide, flash flood. Landslide are routine phenomenon in the region. അതായത് ഹിമാലയ പർവ്വത മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉയർന്ന പർവ്വത മേഖല ആയതുകൊണ്ട് തന്നെ മൺസൂൺ സീസണില് വലിയ പാറകൾ താഴേക്ക് പതിക്കുന്നതിനും മണ്ണിടിച്ചിലിനും അതേപോലെ തന്നെ മഞ്ഞുകട്ടകൾ താഴേക്ക് പതിക്കുന്നതിനും അതുമായി ലാൻഡ് ഫ്ലൈഡ് പറഞ്ഞാല് മണ്ണിടിഞ്ഞു പോരുക, മണ്ണിടിച്ചിലിനൊക്കെ ഈ അത്തരത്തിലൊക്കെ ഉള്ള ഫിനോമിന അത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾക്ക് ഹിമാലയ പർവ്വതം സാക്ഷ്യം വഹിക്കാറുണ്ട് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ അതിന് ഉദാഹരണമായിട്ട് ഇവിടെ പറയാണ് ഹിമാലയ റീജിയന്റെ ചില ഭാഗങ്ങളാണ് മാൽപ്പ ഫ്ലൈഡ്. അപ്പൊ ഹിമാലയ പർവ്വതം ഒരുപാട് ഹിന്ദു പുരാണം അനുസരിച്ച് ദൈവങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായിട്ടാണ് ഹിമാലയ പർവ്വതത്തെ പരിഗണിക്കുന്നത്. ഒരുപാട് വിശ്വാസികൾ ഹിമാലയ പർവ്വതത്തിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഹിമാലയ പർവ്വതത്തെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. മഞ്ഞുരുകിയിട്ട് മഞ്ഞുകട്ടകൾ താഴേക്ക് പതിക്കാറുണ്ട്. അതേപോലെ തന്നെ മൺസൂൺ കാലഘട്ടത്തില് മണ്ണിടിയാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിഭാസങ്ങൾ ഉള്ള ഒരു ഏരിയയാണ് ഹിമാലയൻ റീജിയൻ. അതുകൊണ്ട് തന്നെ ഹിമാലയൻ പ്രദേശത്തിന്റെ ഏതൊക്കെ ഏരിയകളിലാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കാണുന്നത് എന്നാണ് പറയുന്നത്. മാൽപ്പ ഫ്ലൈഡ് 1998 ഹിമാലയൻ പ്രദേശത്തിന്റെ ഒരു ഏരിയയാണ് മാൽപ്പ ഫ്ലൈഡ്. അതേപോലെ തന്നെ ഒലിമത്ത് 1998, ഉത്തരകാശി 2003-2012 ഈ പ്രദേശങ്ങളിലൊക്കെ അതൊക്കെ ഹിമാലയൻ റീജിയന്റെ ഓരോ വിഭാഗങ്ങളാണ്. കിഴക്ക് ഭാഗം, പടിഞ്ഞാറ് ഭാഗം, തെക്കു ഭാഗം, വടക്ക് ഭാഗം എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ഏരിയകളാണ് ഇതൊക്കെ. മാൽപ്പ ഫ്ലൈഡ്, ഒക്കിമത്ത്, ഉത്തരകാശി എന്നൊക്കെ ഹിമാലയൻ റീജിയന്റെ പല ഭാഗങ്ങളാണ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്കറിയാം മാൽപ്പ ഫ്ലൈഡിൽ 1998-ലും ഓക്കിമത്തിൽ 1998-ലും ഉത്തരകാശിയിൽ 2003-2012 പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ, മണ്ണിടിയ, അതേപോലെ തന്നെ
പാറക്കെട്ടുകൾ താഴേക്ക് ഉഗ്രസ്ഫോടനത്തോടെ പതിക്കുക, അങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. The entire Himalayan region is systematically The Himalayan region is seismically highly active and marked in zone 5th and 4th on earthquake risk map. അതായത് ഇവിടെ പറയാം ഹിമാലയൻ ഭൂപ്രദേശത്തിന്റെ ആ ഭൂമി ഹിമാലയൻ റീജിയണിലെ എർത്ത് കേക്ക് രേഖപ്പെടുത്തിയത് ഭൂകമ്പ സാധ്യതാ പ്രദേശത്ത് ഏതൊക്കെ ഭൂകമ്പ സാധ്യതാ പ്രദേശമായിട്ട് 4-5 പ്രദേശങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹിമാലയൻ റീജിയണിലെ ഭൂകമ്പ പ്രദേശമായി രേഖപ്പെടുത്തിയ ഭാഗങ്ങൾ 4-5 ആണ് എന്നാണ് പറയുന്നത്. The seismic effort in the Himalayan region is very high. It does not mean that other regions are safe from the threat of earthquake. No part of the country that falls in the least affected zone of the seismic risk map. അപ്പോൾ ഭൂകമ്പ സാധ്യതാ മാപ്പിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും ഭൂകമ്പത്തിന് കാരണമാകുന്ന പ്രദേശമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, ഹിമാലയൻ മേഖലയെ കണക്കാക്കുന്നത്. അതേപോലെ തന്നെ 1991 ഉണ്ടായിട്ടുള്ള കിലാറി എർത്ത് കേക്ക്, 1993 ഉണ്ടായിട്ടുള്ള കൊയന എർത്ത് കേക്ക്, 1997 1997 ഉണ്ടായിട്ടുള്ള ചാമോളി എർത്ത് കേക്ക്, 1999 ഉണ്ടായിട്ടുള്ള ഭൂജ് എർത്ത് കേക്ക്, 2001 ഉണ്ടായിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീർ എർത്ത് കേക്ക്, 2005 ഉണ്ടായിട്ടുള്ള സിക്കിം എർത്ത് കേക്ക്, അതേപോലെ തന്നെ സിക്കിം എർത്ത് കേക്ക് 2011 2011 ഉണ്ടായിട്ടുള്ള സിക്കിം എർത്ത് കേക്ക്. ഇതൊക്കെ ഹിമാലയവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭൂമി കുലുക്കങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹിമാലയ പ്രദേശം, നമ്മുടെ ഹിമാലയൻ റീജിയൻ എപ്പോഴും ഒരു ഡിസാസ്റ്റർ മേഖലയായിട്ടാണ് നമ്മുടെ രാജ്യം കണക്കാക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും ഡിസാസ്റ്റർ അതായത് ഏറ്റവും ഭൂകമ്പ പ്രദേശമായി കണക്കാക്കുന്ന ഒരു പ്രദേശമാണ് ഹിമാലയൻ റീജിയൻ. കാരണം വളരെ ഉയരത്തിൽ നിൽക്കുന്ന കൊടുമുടികളാണ് ഹിമാലയം. അത് ആ കൊടുമുടികളില് എന്തൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും അത് ആ പ്രദേശത്തെ വളരെയധികം എഫക്റ്റ് ചെയ്യും. മഴ കൂടുതൽ പെയ്താലും മഞ്ഞ് കൂടിയാലും അതൊക്കെ അത് ആ പർവ്വതത്തെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രല്ല, എന്തുകൊണ്ടാണ് നമ്മൾ ഹിമാലയത്തെ ഇത്രയധികം നമ്മൾ സൂക്ഷിക്കുന്നത്, അവിടെ സൈനികരെ നിർത്തി നമ്മൾ ആ പർവ്വതത്തെ ഇത്രയധികം പ്രൊട്ടക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശ ശക്തികളിൽ നിന്നും അതേപോലെ നമ്മുടെ കാലാവസ്ഥയില് മാറ്റം സംഭവിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഹിമാലയ പർവ്വതം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഹിമാലയ സാനുക്കൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാലാവസ്ഥ മാറി വരുന്നത്. നമുക്ക് മൺസൂണും അതേപോലെ മഞ്ഞും ചൂടും അങ്ങനെ നമ്മളുടെ കാലാവസ്ഥയിൽ പലതരത്തിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണം ഹിമാലയ പർവ്വതം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹിമാലയ പർവ്വത പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള എർത്ത് കേക്ക് പ്രതിഭാസങ്ങൾ കാണപ്പെടാറുള്ളത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് 1991 ഉണ്ടായ കിലാറി എർത്ത് കേക്ക്, 1993 ഉണ്ടായ കൊയാന എർത്ത് കേക്ക്, 1997 ഉണ്ടായിട്ടുള്ള ചമോലി എർത്ത് കേക്ക്, ബജു എർത്ത് കേക്ക് 2001, ജമ്മു ആൻഡ് കാശ്മീർ എർത്ത് കേക്ക് 2005 ആൻഡ് സിക്കിം എർത്ത് കേക്ക് 2011. ഇതൊക്കെ ഈ ഹിമാലയ പർവ്വത പ്രദേശവുമായി ചുറ്റപ്പെട്ട ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭൂമി കുലുക്കങ്ങളാണ്. കൂടാതെ ഇൻ മൗണ്ടൻ റീജിയൻ ദ ഏരിയ അബൌവ് 3500 meters devoid vegetation and normally snow bound. 3500 മീറ്ററോളം, എത്ര പറയണത്? 3500 മീറ്റേഴ്സ്, 3500 മീറ്ററോളം എന്ത് മൂടിക്കിടക്കാറുണ്ട് എന്നാ പറയുന്നത്? സ്നോ, മഞ്ഞ് മൂടിക്കിടക്കാറുണ്ട് സസ്യങ്ങളുടെ മേലെ. ഹിമാലയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അത് കൊടുമുടി പ്രദേശമാണ്. ഏകദേശം 3500 മീറ്ററോളം മഞ്ഞ് മൂടിക്കിടക്കാറുണ്ട് സസ്യങ്ങളുടെ മേലെ. ദിസ് ഏരിയ ആർ കൺസിഡർഡ് ഹൈ ആറ്റിറ്റ്യൂഡ് ഏരിയ. വളരെ ഉയർന്ന പ്രദേശമാണ് ഏത്? ഹിമാലയ പർവ്വതം. കാണാനും നല്ല ഭംഗിയാണ്.
ഇന്ത്യയുടെ ഏറ്റവും ഇന്ത്യ ഒരു ഗോഡ്സോൺ കൺട്രി എന്ന് പറയാനുള്ള കാരണം തന്നെ ഹിമാലയ പർവ്വതത്തിന്റെ ആ ഒരു മനോഹാരിത കാരണമാണ്. അപ്പൊ വളരെ ഉയർന്ന പ്രദേശമാണ്. മഞ്ഞുമൂടി എത്രയോ കിലോമീറ്റർ ദൂരം മഞ്ഞു മൂടി കിടക്കാറുണ്ട്. പക്ഷെ അത് നമുക്ക് പലതരത്തിലുള്ള എർത്ത് കേക്ക് പോലുള്ള ഡേഞ്ചർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതും ഏത് മേഖലയിൽ തന്നെയാണ്? ഹിമാലയൻ റീജിയനിൽ തന്നെയാണ്. ദ വെദർ മച്ച് അപ്രഡിക്റ്റബിൾ, കാരണം അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് നിർവചനീയമാണ്, പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്താണ് അൺപ്രഡിക്റ്റബിൾ എന്നാ പറയുന്നത്? അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ കഴിയാത്ത വിധമാണ് ഹിമാലയത്തിന്റെ പല പ്രോബ്ലംസ് ആയാലും ഹിമാലയത്തെ വർണ്ണിക്കുകയാണെങ്കിലും അൺപ്രഡിക്റ്റബിൾ ആണ്, നിർവചിക്കാൻ കഴിയാത്ത വിധം വർണ്ണിക്കാനുണ്ട്. ദർ ആർ ഷോർട്ടേജ് ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ, പക്ഷെ മുകളിലേക്ക് ചെല്ലുന്തോറും എന്ത് കുറയും? ഓക്സിജന്റെ അളവ് അവിടെ കുറയാറുണ്ട്. ദ സ്റ്റീപ്പ് മൗണ്ടൻ പീക്സ് ആൻഡ് പെർമനന്റ് ഗ്ലേഷ്യറി moraines and cold water lakes are common. Are is cold windy and prone cravenous fresh snowfall and avalanches. അതായത് മഞ്ഞ് വല്ലാതെ വീഴുന്നത് കൊണ്ട് തന്നെ അത്രയധികം തണുപ്പാണ് ഹിമാലയ മേഖലകളിൽ നേരിടാറുള്ളത്. ഏരിയ ഈസ് കോൾഡ്, അത്രയധികം തണുപ്പ് നേരിടുന്ന ഒരു ഏരിയയാണ് അത് ഹിമാലയ പർവ്വതം. ദ ഹില്ലി ഏരിയ ബിലോ 3,500 feet depending upon the geographical and climatic condition is more prone to heavy rain, cloud burst, flash flood, landslide and mud flow. അതേപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ കഠിനമായ മഴയും അതേപോലെ തന്നെ മഞ്ഞുവീഴ്ചയും വെള്ളപ്പൊക്കവും അതേപോലെ മണ്ണൊലിപ്പും അത്തരത്തിലൊക്കെ ഉള്ള പ്രതിഭാസങ്ങൾ ഇവിടെ കാണപ്പെടാറുണ്ട്, ഹിമാലയൻ ഏരിയകളിൽ കാണപ്പെടാറുണ്ട്. ദ മേജർ നാച്ചുറൽ റിസ്ക് ഇൻ ദ റീജിയൻ, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ആയിട്ട് പ്രകൃതി പരമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവുന്ന ഒരു ഏരിയയാണ് ഹിമാലയൻ റീജിയൻ. എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലംസ്? എർത്ത് കേക്ക്, ഭൂമികലുക്കം, ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചില്, ഫോറസ്റ്റ് ഫയർ, അതായത് ഫോറസ്റ്റ് കത്തുക, സോയിൽ ഇറേഷൻ, സ്നോ വലഞ്ച്, ഫ്ലാഷ് ഫ്ലഡ്സ്, ഇതൊക്കെ ഏത് പ്രദേശത്ത് കാണപ്പെടുന്ന പ്രതിഭാസങ്ങളാണ്? ഹിമാലയൻ മേഖലയിൽ കാണപ്പെടുന്ന പ്രതിഭാസങ്ങളാണ്. എർത്ത് കേക്ക്, ലാൻഡ് സ്ലൈഡ്, ഫോറസ്റ്റ് ഫയർ, സോയിൽ ഇറോഷൻ, സ്നോ അവഞ്ചേഴ്സ് ആൻഡ് ഫ്ലാഷ് ഫ്ലഡ് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. ഇതൊക്കെ ഏത് ഏരിയയിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ്? ഹിമാലയൻ റീജിയനിൽ കാണപ്പെടുന്ന പ്രതിഭാസമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ എടുക്കാനുള്ളത് ഗംഗാറ്റിക് പ്ലെയിൻ, ഗംഗാ സമതലത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഹിമാലയൻ റീജിയൻ ആണ് പറഞ്ഞു നിർത്തിയത്. അടുത്തതാണ് ഗംഗാറ്റിക് പ്ലെയിൻ. എന്താണ് ഗംഗാറ്റിക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? ഗംഗാ സമതലം ഹിമാലയൻ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ ഒഴുകുന്ന അതിമനോഹരമായ നദിയാണ് ഏത്? ഗംഗാ സമതലം, ഗംഗോത്രി. അപ്പം നമുക്കറിയാം ഗംഗാ നദിയെക്കുറിച്ചും ഗംഗോത്രിയെക്കുറിച്ചും ഗംഗാ സമതലത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കാരണം ഗംഗാ സമതലത്തിൽ നിന്നും ലഭ്യമാകുന്ന ജലം ഉപയോഗിച്ച്, കാരണം ഒരുപാട് പുരാതന നദിയാണ് ഗംഗ എന്ന് പറയുന്നത് പുരാതന നദിയാണ്. ഗംഗയിലെ തീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദു മതാചാര പ്രകാരം അതിനെ വളരെ പരിശുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ഇന്ന് ആ പരിശുദ്ധതയൊന്നുമില്ല, പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഗംഗയിലൂടെ ഒഴുകുന്നുണ്ട്. പക്ഷെ എങ്കിലും ഗംഗാ നദി, ഗംഗാ തീർത്ഥം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പുണ്യമായിട്ടുള്ള ഒരു സേക്രഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. അപ്പോൾ ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദ ഗംഗോട്ടിക് പ്ലെയിൻ, ഗംഗാ സമതലത്തിലുണ്ടാകുന്ന ഡിസാസ്റ്റർ എന്താ നോക്കാം. ദ ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ ദാറ്റ് ഈസ് ഡെൻസിലി പോപ്പുലേറ്റഡ് ആൻഡ് ഈസ് ഡ്രെയിൻഡ് by the Himalayan river is prone to both flood and drought. അതായത് the Indo-Gangetic plain that is densely populated and is drained by the Himalayan river is prone to both flood and drought. അതായത്
ഗംഗാറ്റിക് പ്ലെയിനുമായി ബന്ധപ്പെട്ട് ഗംഗാ സമതലത്തിൽ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. മാത്രമല്ല അത് ഹിമാലയൻ റിവറും കൂടിയാണ്. പക്ഷേ അവിടെ എന്തുണ്ട്, ആ ഗംഗാ സമതലത്തിൽ എപ്പോഴും എന്തനുഭവപ്പെടാറുണ്ട് എന്നാ പറയുന്നത്? ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്. ഫ്ലഡ്, ആ വെള്ളപ്പൊക്കം ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് ഗംഗാ സമതലത്തിൽ. അതേപോലെ തന്നെ വരൾച്ച, ഡ്രോട്ടും ഉണ്ടാകാറുണ്ട്. ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ ദാറ്റ് ഈസ് ഡെൻസിലി പോപ്പുലേറ്റഡ് ആൻഡ് ഈസ് ഡ്രെയിൻഡ് ബൈ ദ ഹിമാലയൻ റിവർ. ഹിമാലയൻ നദിയിൽ ഡ്രെയിൻഡ്, വരൾച്ച ഉണ്ടാകുമ്പോൾ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. ചിലപ്പോൾ ഫ്ലഡ് ഉണ്ടാകും, ചിലപ്പോൾ അത് ഡ്രോട്ട്, വരൾച്ചയ്ക്കും കാരണമാകാം. ഫ്ലഡ് ഇൻ ദ ഇൻഡോ ഗംഗാറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻസ് ആർ ആനുവൽ ഫീച്ചർ. അതേപോലെ തന്നെ ഫ്ലഡ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഇൻഡോ ഗംഗാറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനിലാണ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. സെവറൽ ഹെക്ടേഴ്സ് ഓഫ് ക്രോപ്സ് ആർ ഡാമേജ്ഡ് എവരി ഇയർ. ചില കാലങ്ങളിൽ ടോട്ടൽ റെയിൻഫാൾ, മഴയുടെ കമ്മി കാരണം 75% പ്രദേശങ്ങളും ക്രോപ്പ് എന്ത് ചെയ്യപ്പെടുന്നത്, 75% വരുന്ന ക്രോപ്പ് ഏരിയ ഡാമേജ്ഡ് ആവാൻ കാരണമാകാറുണ്ട്. സെവറൽ ഹെക്ടേഴ്സ് ഓഫ് ക്രോപ്സ് ആർ ഡാമേജ്ഡ് every year. Nearly 75% of total rainfall occurs over a short monsoon season. ജൂൺ ആൻഡ് സെപ്റ്റംബർ. അപ്പൊ ജൂൺ തൊട്ട് സെപ്റ്റംബർ മാസങ്ങളില് മഴയുടെ കുറവ് അനുഭവപ്പെടുമ്പോൾ 75% വരുന്ന ഹെക്ടർ പ്രദേശങ്ങളിൽ അവിടുത്തെ ക്രോപ്പ് ഡാമേജ്ഡ് ആവാൻ കാരണമാകാറുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 40 മില്യൺ ഹെക്ടറോളം പ്രദേശങ്ങൾ ഈ സമയത്ത് വരൾച്ച നേരിടാനും കാരണമാകുന്നു. പിന്നെ അതേപോലെ പിന്നീട് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 12% ഓഫ് ഇന്ത്യൻ ഐലൻഡ് ഈസ് കൺസിഡേർഡ് പ്രോൺ ടു ഫ്ലഡ്. 12% ഭാഗങ്ങളിൽ ചിലപ്പോ വെള്ളപ്പൊക്കത്തിനും കാരണമാകാറുണ്ട്. ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട് ചില സമയത്ത് 12% വരുന്ന ഭാഗങ്ങളിൽ ഫ്ലഡ് ഉണ്ടാകാനും കാരണമാകാറുണ്ട്. Flood are perennial phenomenon in at least 5 states. ഏറ്റവും കൂടുതൽ ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്ലഡ് ഉണ്ടാവാവുന്ന സ്റ്റേറ്റ് 5 സ്റ്റേറ്റുകളാണ് പറയണത്. ആസാം, ബീഹാർ, ഒഡീഷ, ഉത്തർപ്രദേശ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. ആസാമും ബീഹാറും ഒഡീഷയും ഉത്തർപ്രദേശും വെസ്റ്റ് ബംഗാൾ അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലാണ് ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്ലഡ് ഉണ്ടാകുന്ന മേഖല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇൻ അതർ എക്സ്ട്രീം അബൌട്ട് 50 മില്യൺ പീപ്പിൾ ആർ അഫക്റ്റഡ് ആനുവലി ബൈ ഡ്രോട്ട്. 50% ജനങ്ങളെ വരൾച്ച നേരിടുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 90 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് റെയിൻഫെഡ് ഏരിയ, അബൌട്ട് 40 മില്യൺ ഹെക്ടേഴ്സ് ആർ പ്രോൺ ടു ഡ്രോട്ട്. അതേപോലെ തന്നെ 90 മില്യൺ ഹെക്ടേഴ്സ് റെയിൻഫെഡ് ഏരിയകളായിട്ടും 40 മില്യൺ ഹെക്ടേഴ്സ് ഡ്രോട്ട് ഏരിയ ആയിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഗംഗോട്ടിക് പ്ലെയിൻ. അടുത്തതാണ് അറിഡ് ആൻഡ് സെമി അറിഡ് റീജിയൻ. നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന മറ്റൊരു പ്രദേശമാണ് ഏത്? നമുക്ക് അറിഡ് ആൻഡ് സെമി അറിഡ് റീജിയൻ. എന്താ അറിഡ് ആൻഡ് സെമി അറിഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ വരണ്ട മേഖല. അറിഡ് ആൻഡ് സെമി റീജിയൻ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ക്ലൈമറ്റ് വിത്ത് നോ ഓർ insufficient rainfall to sustain agricultural production. വരണ്ട മേഖലകളില് മഴക്കുറവ് മൂലം അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എങ്ങനെ ആയിത്തീരുന്നു? ഇൻസഫിഷ്യന്റ് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ളത്. ഇൻസഫിഷ്യന്റ് പറഞ്ഞാൽ എന്താ? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനില് പൂർണ്ണത ഉണ്ടാകുന്നില്ല. അവിടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷന്റെ ഉൽപാദനം അവിടെ കുറയാൻ കാരണമാകുന്നു. അപ്പോ വരൾച്ച നേരിടുന്ന മേഖലയെയാണ് അറിഡ് ആൻഡ് സെമി അറിഡ് റീജിയൻ എന്ന് പറയുക. അവിടെ ക്ലൈമറ്റില് വ്യത്യാസവും റെയിൻഫാൾ നേരിടുക. റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ മഴക്കുറവ് സംഭവിക്കുമ്പോൾ ആ ഏരിയയിലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കാർഷിക ഉൽപാദനം എങ്ങനെ ആയിത്തീരുന്നു? ഇൻസഫിഷ്യന്റ് ആകുന്നു. വിത്തിൻ ഇന്ത്യ ആൾമോസ്റ്റ് 53.4% ലാൻഡ് ഏരിയ കോംപ്രമൈസ് അറിഡ് ആൻഡ് സെമി അറിഡ് റീജിയൻ. 2016 കണക്ക് പ്രകാരം ഇന്ത്യയിലെ 53.4% ഏരിയ എങ്ങനത്തെ പ്രദേശമായിട്ടാണ് പറയുന്നത്? വരണ്ട പ്രദേശമായിട്ടാണ് പറയുന്നത്. 2016 കണക്ക് പ്രകാരം
ഇന്ത്യയിലെ 53.4 53.4% റീജിയൻസ് എങ്ങനത്തെ ഏരിയ ആയിട്ടാണ് ഇവിടെ പറയുന്നത്? വരണ്ട പ്രദേശമായിട്ടാണ് 2016 കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ റെയിൻ ആർ ഇറാറ്റിക് ആൻഡ് ഓഫ്റ്റൻ കം in a few heavy storm of short duration, resulting high runoff instead of replenishing the ground water. അതേപോലെ തന്നെ ഇവിടെ പറയാണ് മഴയുടെ കുറവ് മൂലം പല മേഖലകളും വരൾച്ച ബുദ്ധിമുട്ട് നേരിടാൻ കാരണമാകുന്നു. പ്രൊട്ടക്റ്റീവ് വെജിറ്റേഷൻ കവർ ഈസ് sprays and there is very little moisture for most part of the year. In this region, cultivation is restricted to more productive but limited land, while a large animal population depend on native vegetation. ഒരുപാട് ജീവജാലങ്ങൾ ഈ സസ്യങ്ങളെ ആശ്രയിച്ചിരിക്കുമ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന വരൾച്ച ഈ കൃഷിയെയും ജീവജാലങ്ങളെയൊക്കെ ദോഷകരമായി ബാധിക്കുന്നു. Irrigation with surface or ground water is inevitable for growing crop in arid and semi-arid zone. ഇറിഗേഷൻ ഫെസിലിറ്റിക്ക് കാർഷികപരമായിട്ടുള്ള ഫെസിലിറ്റിക്കൊക്കെ ഏത് പ്രശ്നമായി തീരുന്നുണ്ട്? അറിഡ് ആൻഡ് സെമി അറിഡ് റീജിയൻ പ്രശ്നമായി തീരുന്നുണ്ട് എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ വരണ്ട ഭൂമിയായിട്ട് ഇന്ത്യയിൽ കണക്കാക്കപ്പെടുന്നത് ദ ഡിസേർട്ട് ഓഫ് രാജസ്ഥാൻ. ദ ഡിസേർട്ട് ഓഫ് രാജസ്ഥാൻ. ഡിസേർട്ട് ഓഫ് രാജസ്ഥാൻ മരുഭൂമിയാണ് ഇന്ത്യയിലെ വരണ്ട പ്രദേശമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ വരണ്ട പ്രദേശമാകുമ്പോ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുക എന്ന് ഇതൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിലെ മെയിൻ കാര്യമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. ഇതാണ് അറിഡ് ആൻഡ് സെമി അറിഡ് റീജിയനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഡെക്കാൻ പ്ലേറ്റ്, ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ ഈസ് എ peninsular plate located in central India that include Indian section of the state of Andhra Pradesh, Maharashtra and Karnataka. ഡെക്കാൻ പീഠഭൂമി ഏതൊക്കെ ഭാഗങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻലാൻഡ് സെക്ഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശും മഹാരാഷ്ട്രയും കർണാടകയും ഉൾപ്പെടുന്ന ഏരിയകളാണ് ഏത്? ഡെക്കാൻ പ്ലേറ്റ്. ദ ഡെക്കാൻ പ്ലേറ്റ് ഈസ് പെനിൻസുലാർ പ്ലേറ്റ്. പെനിൻസുലാർ പ്ലേറ്റിന് ലൊക്കേറ്റഡ് ഇൻ സെൻട്രൽ ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായിട്ടുള്ള പെനിൻസുലാർ പ്ലേറ്റിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് ഡെക്കാൻ പീഠഭൂമി കടന്നു പോകുന്നത്? ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ആൻഡ് കർണാടക. ദ ഡെക്കാൻ ഈസ് delineated by the Western Ghat on the west, the Nilagiri hills on the south of the Eastern Ghat on the east, Aravalli and Chota Nagpur. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ പറയുന്നത്? ദ ഡെക്കാൻ ഈസ് ഡെലിനേറ്റഡ്. ഡെക്കാൻ പ്ലേസ് വരാത്ത ഭാഗം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ടും അതെ നീലഗിരി ഹില്ലും നീലഗിരി കുന്നുകളും അതിന്റെ ഈസ്റ്റും സൗത്തും ഭാഗം ആരവല്ലി, ചോട്ടാ നാഗപ്പൂർ ഹില്ല് ഈ ഭാഗങ്ങളിലൊക്കെ ഒന്നും ഏത് വരുന്നില്ല. ഡെക്കാൻ പീഠഭൂമി കടന്നു പോകുന്നില്ല. The Deccan Plate also faces acute scarcity of water through there are Narmada, Tapti, Mahanadi, Godavari, Krishna and Kaveri rivers following in this area. അതേപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമിയിലേക്ക് ജലദൗർലഭ്യം ഒരുവിധം പരിഹരിക്കപ്പെടുന്നത് ഏതൊക്കെ നദികളിൽ നിന്നാണ്? നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പൊ ഇത്തരം നദികളിൽ നിന്നാണ് ഡെക്കാൻ പീഠഭൂമിയിലേക്ക് വേണ്ട ജലലഭ്യത ഉറപ്പുവരുത്തുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ദ ലോവർ റീച്ചസ് ഓഫ് ദ ഇമ്പോർട്ടന്റ് റിവർ ദ ഈസ്റ്റ് കോസ്റ്റ് ഹാവ് ബീൻ എംബാങ്കഡ് ദ ലാർജ്ലി എലിമിനേറ്റിംഗ് ഫ്ലഡ് പ്രോബ്ലം. അതുകൊണ്ട് തന്നെ ഈ ഡെക്കാൻ പ്ലേറ്റിൽ കൂടുതലായിട്ട് ഏത് പ്രോബ്ലം ഉണ്ടാകുന്നില്ല എന്നാ പറയുന്നത്? ഫ്ലഡ് പ്രോബ്ലം കൂടുതൽ. കാരണം വരണ്ട ഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി കടന്നു പോകുന്ന ഏരിയ ആന്ധ്രാപ്രദേശും മഹാരാഷ്ട്ര കർണാടകയൊക്കെയാണ്. അത് വരാത്ത ഭാഗങ്ങൾ ഏതൊക്കെ ഹിൽസുകളാണ്? നീലഗിരി ഹിൽസും അതേപോലെ തന്നെ സൗത്ത് ഈസ്റ്റേൺ ഘട്ടും ആരവല്ലി, ചോട്ടാ നാഗപ്പൂർ ഹിൽസൊക്കെയാണ് ഈ ഡെക്കാൻ പീഠഭൂമി കടന്നു പോകാത്ത ഭാഗങ്ങള്. അതേപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമിയിലേക്ക് ലഭ്യമാകുന്ന
ജലലഭ്യത ഉറപ്പുവരുത്തുന്ന നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളാണ്. ഇതാണ് ഡെക്കാൻ പ്ലേറ്റിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് എടുക്കാനുള്ളത് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഗഡ്സ് ആണ്. എന്തൊക്കെയാണ് വെസ്റ്റേൺ ഈസ്റ്റേൺ ഗഡ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോ അടുത്ത ടോപ്പിക്കാണ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഗഡ്സ്. ഗട്ട് എന്താണ് വെസ്റ്റേൺ ഈസ്റ്റേൺ ഗട്ട്? അതായത് വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, ഈസ്റ്റേൺ എന്ന് പറഞ്ഞാൽ കിഴക്ക്. അപ്പൊ കിഴക്ക് പടിഞ്ഞാറ് ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ഘട്ടങ്ങൾ, സഹ്യപർവ്വത മേഖലയുടെ ഓരോ ഭാഗങ്ങളാണ്. ഹിമാലയ സാനുക്കളുടെ വെസ്റ്റേൺ പടിഞ്ഞാറ് ഭാഗവും അതേപോലെ തന്നെ ഈസ്റ്റേൺ കിഴക്കൻ ഭാഗവും. ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഡിസാസ്റ്റർ പ്ലേസുകളായിട്ടാണ് പറയുന്നത്. ഒരുപാട് ഡിസാസ്റ്റർ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അവിടെ ശ്രദ്ധിക്കൂ. ദ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഗട്ട് റണ്ണിങ് പാരലൽ ടു ദ coastline face the problem of landsliding and drought in the rain shadows area. എന്താ റെയിൻ ഷാഡോസ് ഏരിയ എന്നാണ് ഇവിടെ പറയുന്നത്. റെയിൻ ഷാഡോസ് ഏരിയ എന്നുകൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏത് ഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്? അതായത് വെസ്റ്റേൺ ഈസ്റ്റേൺ ഗട്ട്, ഇന്ത്യയുടെ വെസ്റ്റേൺ ഈസ്റ്റേൺ ഗട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. പശ്ചിമ കിഴക്കൻ ഘട്ടങ്ങളെ കുറിച്ച്. വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് അഥവാ പശ്ചിമം, ഈസ്റ്റേൺ എന്ന് പറഞ്ഞാൽ കിഴക്കൻ. അപ്പൊ വെസ്റ്റേൺ ഈസ്റ്റേൺ ഘട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ദ വെസ്റ്റേൺ ഈസ്റ്റേൺ ഗട്ട് റണ്ണിങ് പാരലൽ ടു ദ കോസ്റ്റ്ലൈൻ ഫേസ് ദ പ്രോബ്ലം ഓഫ് ലാൻഡ് ഫ്ലൈഡിംഗ് ആൻഡ് ഡ്രോട്ട് ഇൻ ദ റെയിൻ ഷാഡോസ് ഏരിയ. തീരപ്രദേശത്തിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന പശ്ചിമ കിഴക്കൻ ഘട്ടങ്ങൾ മഴനിഴൽ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലും വരൾച്ചയും നേരിടുന്നു. ലാൻഡ് ഫ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഉരുൾമണ്ണിടിച്ചിൽ അഥവാ ഉരുൾപൊട്ടൽ. ഡ്രോട്ട് പറഞ്ഞാൽ വരൾച്ച. എവിടെ? റെയിൻ ഷാഡോസ് ഏരിയ. റെയിൻ ഷാഡോസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? മഴനിഴൽ പ്രദേശങ്ങൾ. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ഹിമാലയ പർവ്വതത്തിന്റെ വെസ്റ്റേണിലും ഈസ്റ്റേൺ ഭാഗങ്ങളിൽ മഴനിഴൽ പ്രദേശങ്ങളായിട്ടുള്ള ഈ ഭാഗങ്ങളിൽ പലപ്പോഴും ലാൻഡ് ഫ്ലൈഡിങ്ങും ഡ്രോട്ട് വരൾച്ചയും നേരിടാറുണ്ട്. The western Ghat extend from the Satpura range in the north to south past Maharashtra, Goa, through Karnataka and in Kerala and Tamil Nadu. അതേപോലെ തന്നെ വടക്ക് സൽപുരയിൽ നിന്ന് ആരംഭിച്ച് വടക്ക് വെസ്റ്റേൺ ഗട്ട്, വെസ്റ്റേൺ വടക്ക് എവിടെ നിന്ന് ആരംഭിച്ചിട്ടാണ്? ഏത് ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ട് എന്നാ പറയുന്നത്? വെസ്റ്റേൺ ഗട്ടിൽ നിന്ന് ആരംഭിച്ച് എവിടേക്ക് എത്തുമ്പോൾ, അതായത് വെസ്റ്റേൺ ഗട്ടിൽ നിന്ന് ആരംഭിച്ച് സത്പുര നിരയിൽ നിന്ന് ആരംഭിച്ച് മഹാരാഷ്ട്ര, ഗോവ, കർണാടക വഴി തെക്ക് വരെയും. അപ്പോ Western Ghat extend from the Satpura range in the north to south past Maharashtra, Goa, through Karnataka and into Kerala and Tamil Nadu. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സത്പുര നിരയിൽ നിന്ന് ആരംഭിച്ച് മഹാരാഷ്ട്ര, ഗോവ, കർണാടക വഴി ഈസ്റ്റേൺ വരെയും കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലേക്കും പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ നമ്മുടെ പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ്? സത്പുര റേഞ്ച് തൊട്ട് നോർത്തേൺ വരെയും അതേപോലെ തന്നെ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു തുടങ്ങിയ പ്രദേശങ്ങൾ വരെയുമാണ് ഏത് ഭാഗം നിലനിൽക്കുന്നത്? നമ്മളുടെ ഹിമാലയത്തിന്റെ പശ്ചിമഘട്ടം നിലനിൽക്കുന്നത്. 33 recognized ecologically sensitive സോൺ ഇൻ ദ വേൾഡ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറയുന്നത്? 33 അതായത് ലോകത്തിലെ 33 പാരിസ്ഥിതികമായി സെൻസിറ്റീവ് മേഖലകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് 33 പാരിസ്ഥിതിക മേഖലകളിലെ ഒന്നായിട്ടാണ് പശ്ചിമഘട്ടത്തെ കണക്കാക്കുന്നത്. And then Western Ghat and Nilagiri are geologically stable but
still prone the landslide in the rainy season. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ പറയുന്നത്? പശ്ചിമഘട്ടവും നീലഗിരിയും ഭൂമിശാസ്ത്രപരമായി സ്ഥിരതയുള്ളവയാണ്. വെസ്റ്റേൺ ഘട്ട് ആൻഡ് നീലഗിരി ആർ ജിയോളജിക്കലി സ്റ്റേബിൾ ബട്ട് സ്റ്റിൽ പ്രോൺ ദ ലാൻഡ്സ്ലൈഡ് ഇൻ റെയിനി സീസൺ. മാത്രല്ല നിലനിൽപ്പുണ്ട് അവിടെ റെയിനി മഴ ലഭ്യതയുള്ള മേഖലയാണ് നീലഗിരിയും അതേപോലെ തന്നെ പശ്ചിമഘട്ടവും. നീലഗിരി മേഖല ഭൂമിശാസ്ത്രപരമായിട്ട് റെയിനി സീസൺ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ പിന്നെന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. The Western Ghat and Nilagiri are geologically stable but still prone the landslide rainy season. The environmental degradation rising out of population pressure, illegal mining, quarries, deforestation had made both Ghat very unvulnerable from natural disaster. പക്ഷെ ഈ മേഖലകളിലെ പോപ്പുലേഷൻ പ്രഷർ, ജനസംഖ്യാ വർധനവും, ഇലീഗൽ മൈനിങ്, തെറ്റായ രീതിയിലുള്ള കുഴിച്ചെടുക്കലും, കോറികളുടെ പ്രവർത്തനവും, ഡീഫോറസ്റ്റേഷനും കാരണം ഈ മേഖലകൾ ഇന്ന് ദുർബല മേഖലകളായിട്ടാണ് അറിയപ്പെടുന്നത്. വെസ്റ്റേൺ ഗട്ട് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് റേഞ്ച് ടു സ്ക്രാപ്പ് ലാൻഡ്. വെസ്റ്റേൺ ഗട്ട് also scrap are nearly absent here. The range is actually cut up into a number of separate circumambulation hills. The only compact mountain region is found in Orissa, Mahanadi, Godavari, Krishna that have cut gaps through Western Ghat are completely broken in the continuity. അപ്പോൾ ഈസ്റ്റേൺ ഘട്ടിന്റെ ഭാഗങ്ങളായിട്ടുള്ള ഒറീസ, മഹാനദി, ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ചില സാഹചര്യങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഘട്ടുകളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. ഇനി കോസ്റ്റൽ റീജിയൻ എന്താ എന്ന് നോക്കാം. കോസ്റ്റൽ റീജിയൻ Indian subcontinent is one of the most affected region in the world. അതായത് കോസ്റ്റൽ റീജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീരപ്രദേശ മേഖല എന്ന് പറയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ തീരദേശം. ഇന്ത്യൻ സബ്കണ്ടിനെന്റ് ഇൻ വൺ ഓഫ് ദ മോസ്റ്റ് അഫക്റ്റഡ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അധികം ഡിസാസ്റ്റർ ബാധിക്കപ്പെടുന്ന മേഖലകളിൽ ഒന്നാണ് തീരദേശ മേഖല. Subcontinent with long coastline of 7,500 km is exposed to nearly 10% of the world tropical cyclone. Of the majority of their initial formulation of the Bay of Bengal and strike the east coast of India. അതേപോലെ തന്നെ ഏകദേശം 10% എത്രയാണ് ഇതൊക്കെ സബ്കണ്ടെയ്ൻഡ് വിത്ത് ലോങ് കോസ്റ്റൽ 7,500 കിലോമീറ്റർ 7,500 കിലോമീറ്റർ വരുന്ന നീളമുള്ള തീരദേശമുള്ള ഈ പ്രദേശം ഉപഭൂഖണ്ഡം ലോകത്തിലെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളിൽ ഏകദേശം 10% വിധേയമാകുന്നു. 75,000 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശമുള്ള ഈ ഉപഭൂഖണ്ഡം ലോകത്തിലെ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളിൽ ഏകദേശം 10% വിധേയമാകുന്നു. ഇവയിൽ ഭൂരിഭാഗവും ബംഗാൾ ഉൾക്കടലിൽ പ്രാരംഭ രൂപീകരണം നടത്തി ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് ആഞ്ഞടിക്കുന്നു. ദ ബംഗാൾ ഓഫ് ബംഗാൾ ആൻഡ് സ്ട്രൈക്ക് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോ കോസ്റ്റൽ റീജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട പ്രദേശങ്ങളിലാണെന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. 7,500 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശമുള്ള ഈ ഉപഭൂഖണ്ഡം ലോകത്തിലെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളിൽ ഏകദേശം 10% വിധേയമാകുന്നു. ഇവയിൽ ഭൂരിഭാഗവും ബംഗാൾ ഉൾക്കടലിൽ പ്രാരംഭ രൂപീകരണം നടത്തി ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കോസ്റ്റൽ റീജിയൻ. അപ്പോൾ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഘട്ടും കോസ്റ്റൽ റീജിയനും കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളത് നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഫൈലാണ്. അതെന്തായാലും നമുക്ക് അടുത്ത ഇതിലൂടെ നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഫൈൽ എന്താന്ന് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. എർത്ത് കേക്ക്, സുനാമി, ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, സൈക്ലോൺസ്, ഡ്രോട്ട്, ഹീറ്റ് വേവ്സ് ആൻഡ് കോൾഡ് വേവ്സ്. 7 പോയിന്റ് ആണ് ഉള്ളത് നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഫൈലില്. അത് ഓരോന്നും നമുക്ക് എന്താണെന്ന് ഇതൊക്കെ എടുത്ത ഭാഗങ്ങൾ തന്നെയാണ്. ഒന്നും കൂടി നമുക്കതൊന്ന് വിശകലനം ചെയ്യാം. ഓക്കെ.
അപ്പോൾ ഈ യൂണിറ്റിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഏതാ? നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഫൈലിലെ ഫസ്റ്റ് പോയിന്റാണ് എർത്ത് കേക്ക്, ഭൂമികുലുക്കം. എപ്പോഴാണ് ഭൂമികുലുക്കം ഉണ്ടാവുക എന്നും എപ്പോഴാണ് ഭൂമിക്ക് പ്രകമ്പനം സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ എർത്ത് കേക്കിൽ പറയുന്നത്. അപ്പോൾ അതുമായി അപ്പോൾ നമുക്കറിയാം നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എർത്ത് കേക്ക് വരും, സുനാമി വരും, ലാൻഡ് ഫ്ലൈഡ് വരും, ഫ്ലഡ് വരും, സൈക്ലോൺസ് വരും, ഡ്രോട്ട് വരും, ഹീറ്റ് വേവ്സ് ആൻഡ് ക്ലൗഡ് വേവ്സ് വരും. ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എർത്ത് കേക്ക്, ഭൂമികുലുക്കം. അപ്പോൾ ഭൂമികുലുക്കം എന്ന് പറയുമ്പോൾ എർത്ത് കേക്ക്സ് ആർ സഡൻ ടു വയലന്റ് ഷേക്കിംഗ് ഓഫ് ഗ്രൗണ്ട്, typically causing great destruction as a result of movement within the earth crust or volcanic action of the total earthquake and 25% damageable earthquake. അതായത് എന്താണ് എർത്ത് കേക്ക് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിച്ചോളൂ. ഭൂമിയുടെ പുറന്തോടിനുള്ളിലെ ചലനങ്ങൾ മൂലമോ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമോ ഭൂമിക്ക് പെട്ടെന്ന് കുലുക്കമോ ശക്തമായ കുലുക്കമോ ഉണ്ടാകും. അതാണ് ഭൂകമ്പങ്ങൾ. ക്രസ്റ്റ് ഓർ വോൾക്കാനിക് ആക്ഷൻ. എർത്ത് സഡൻ വയലന്റ് ഷേക്കിംഗ് ഓഫ് ഗ്രൗണ്ട് ടൈപ്പിക്കലി കേസിംഗ് ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ എ റിസൾട്ട് ഓഫ് മൂവ്മെന്റ് വിത്ത് എർത്ത് ക്രസ്റ്റ് ഓർ വോൾക്കാനിക് ആക്ഷൻ ഓഫ് ദ ടോട്ടൽ എർത്ത് കേക്ക് ആൻഡ് 25% ഡാമേജബിൾ എർത്ത് കേക്ക്. അതായത് ഭൂമിയുടെ പുറന്തോടിനുള്ളിലെ ചലനങ്ങൾ മൂലമോ അതേപോലെ തന്നെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമോ ഭൂമിയിൽ പെട്ടെന്ന് കുലുങ്ങുന്ന ശക്തമായ കുലുക്കമാണ് ഭൂകമ്പങ്ങൾ. സാധാരണയായി വലിയ നാശത്തിന് ഇത് കാരണമാവുകയും മാത്രമല്ല 25% ഭാഗം എന്തിന് കാരണമാകുന്ന പറയുന്നത്? കേടുപാടുകൾ സംഭവിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോ എർത്ത് കേക്ക് ആർ സഡൻ ടു വയലന്റ് ഷേക്കിംഗ് ഓഫ് ഗ്രൗണ്ട് ടൈപ്പിക്കലി കേസിംഗ് ഗ്രേറ്റ് ഡെസ്ട്രക്ഷൻ ആസ് എ റിസൾട്ട് ഓഫ് മൂവ്മെന്റ് വിത്തിൻ എർത്ത് ക്രസ്റ്റ് ഓർ വോൾക്കാനിക് ആക്ഷൻ. അതേപോലെ തന്നെ എർത്ത് കേക്ക് ആൻഡ് 25% ഡാമേജബിൾ എർത്ത് കേക്ക്. എർത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ 25% ഭാഗം എന്ത് ചെയ്യപ്പെടുന്നു? ഡാമേജബിൾ ആവുന്നു. ദ ബിഗ്ഗസ്റ്റ് കേക്ക് ആവ് ഒക്കേർഡ് ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ്, കച്ച്, ഹിമാചൽ ആൻഡ് നോർത്ത് ഈസ്റ്റ്. അതേപോലെ തന്നെ ബിഗ്ഗസ്റ്റ് കേക്ക് എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, കച്ച്, ഹിമാചൽ പ്രദേശ്, കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഏറ്റവും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ദ ബിഗ്ഗസ്റ്റ് കേക്സ് ഹാവ് ഒക്കേർഡ് ഇൻ ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ്, കച്ച്, ഹിമാചൽ ആൻഡ് നോർത്ത് ഈസ്റ്റ്. ഹിമാലയൻ റീജിയൻ ആർ പ്രാക്ടിക്കലി പ്രോൺ ടു എർത്ത് കേക്ക്. പൊതുവെ ഹിമാലയൻ പ്രദേശങ്ങളിലും എന്തുണ്ടാവാറുണ്ട്? ഹിമാലയൻ റീജിയൻ ആർ പ്രാക്ടിക്കലി പ്രോൺ ടു എർത്ത് കേക്ക്. അതേപോലെ തന്നെ ഹിമാലയൻ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. ദ ലാസ്റ്റ് 3 മേജർ എർത്ത് കേക്ക് ഷുക്ക്. അവസാനമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഭൂമികുലുക്കം എന്ന് പറയുന്നത് ഗുജറാത്തില് ജനുവരിയിൽ 2001 ജനുവരിയിലാണ്. ഗുജറാത്തിലെ, ജമ്മു കാശ്മീരിൽ ഒക്ടോബർ 2005, 2005 സിക്കിമില് 2011. പ്രധാനപ്പെട്ട മേജർ എർത്ത് കേക്ക് ആയിട്ട് ഗുജറാത്തിൽ എന്നാണ്ടായ 2001 2001, ജമ്മു ആൻഡ് കാശ്മീരിൽ ഒക്ടോബർ 2005, സിക്കിമിൽ 2011 2011 എന്തുണ്ടായത്? ഭൂമികുലുക്കം ഉണ്ടായതായിട്ട് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ എർത്ത് കേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നാണ് ടീച്ചർ ഇനി പറയുന്നത്. ഞാൻ എഴുതിയിട്ടിട്ടില്ല, അങ്ങനെ വായിക്കുകയാണ്. ഓരോ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായ എർത്ത് കേക്കിന്റെ ഡേറ്റും ലൊക്കേഷനും അതിന്റെ മാഗ്നിറ്റ്യൂഡും ആണ് പറയണത്. 16-ാം തീയതി ജൂൺ 1819 കച്ചിലും ഗുജറാത്തിലും അതിന്റെ വ്യാപ്തി 8 ആയിരുന്നു. 10 ജൂൺ 1859 നിയർ
കാച്ചർ ആസാം 7.5 ആയിരുന്നു അതിന്റെ വ്യാപ്തി. 30-ാം തീയതി മെയ് 30, 1885 സോപ്പോർ ജെ ആൻഡ് കെ, അതായത് ജമ്മു കാശ്മീർ 7. 12th ജൂൺ 1897 ഷിലോങ് പ്ലേറ്റ് 8.7. 4 ഏപ്രിൽ 05 ഏപ്രിൽ 4-5 തീയതികളിൽ കങ്കാര അതേപോലെ തന്നെ HP ഹിമാചൽ പ്രദേശ്, HP ആണ് ഹിമാചൽ പ്രദേശ് 8. പിന്നെ ജൂലൈ 8 18 ശ്രീമംഗൽ ആസാം 7.6. അതേപോലെ തന്നെ ഇപ്പൊ അടുത്ത കാലത്തായിട്ടുണ്ടായതാണ് പറയണത്. 18 സെപ്റ്റംബർ 2011 സിക്കിമില് 6.9 ആണ് അത് കാണാം. അപ്പൊ അങ്ങനെ ഓരോ ഭാഗത്തും ഉണ്ടായ നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടായിരിക്കും, അതിലതിന്റെ റിപ്പോർട്ട് ഉണ്ട്, അതൊന്ന് നന്നായിട്ട് നോക്കുക. ഇനി നമുക്ക് എടുക്കാനുള്ള ഭാഗം സുനാമിയാണ്. സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരമാലകൾ വൻതോതിൽ ഉയർന്നു പൊന്തുന്നതിനെയാണ് നമ്മൾ സുനാമി എന്ന് പറയുക. A tsunami in Japan. Tufu means harbor and nami means wave. ജപ്പാനി ഭാഷയിൽ ടുഫു എന്ന് പറഞ്ഞാൽ ഹാർബർ എന്നും നാമി എന്ന് പറഞ്ഞാല് വേവ് തിരമാല എന്നും, ഹാർബർ എന്ന് പറഞ്ഞാല് തീരപ്രദേശം, വേവ് പറഞ്ഞാൽ തിരമാല, തീരപ്രദേശത്തെ തിരമാലയെ, ഉയർന്ന തിരമാലയെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സുനാമി എന്നറിയപ്പെടുന്നത്. ഇപ്പൊ സുനാമി എന്ന പദം ജനിച്ചത് ജപ്പാനി ഭാഷയിൽ നിന്നാണ്. ടുഫു എന്നാണ്. ടുഫു പറഞ്ഞാല് ഹാർബർ, നാമി എന്ന് പറഞ്ഞാല് വേവ്, ഹാർബറിന്റെ വേവ് സുനാമി. അതാണ് സുനാമി എന്ന പദത്തിന്റെ അർത്ഥം. It's a series of water wave caused by the displacement of a large volume of a body of water. വളരെ ശക്തമായിട്ട് ജലം മുകളിലേക്ക് ഉയർന്നു പൊന്തുന്നതിനെയാണ് സുനാമി എന്ന് പറയുന്നത്. വളരെ ശക്തമായ വേഗതയോടുകൂടിയും വളരെ ഉയർച്ചയോടുകൂടി സുനാമി തിരകൾ മുകളിലേക്ക് പൊന്തുന്നതിനെയാണ് സുനാമി തിരകൾ എന്ന് അറിയപ്പെടുന്നത്. കൂടാതെ സുനാമിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ പെട്ടെന്നുള്ള രൂപഭേദം മൂലം ഉണ്ടാകുന്ന അതായത് സമുദ്രത്തിന്റെ അടിത്തട്ടില് പെട്ടെന്നുള്ള രൂപഭേദം, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പെട്ടെന്നുള്ള രൂപഭേദം മൂലമുണ്ടാകുന്ന ഭൂകമ്പം മൂലമുണ്ടാകുന്ന സുനാമികൾ, അതിനു മുകളിലുള്ള ജലത്തിന്റെ ലംബ സ്ഥാനചലനം മൂലമാണ് ഇതുണ്ടാകുന്നത്. സമുദ്രനിരപ്പിന് താഴെ സംഭവിക്കുന്ന ഭൂകമ്പങ്ങൾ പരിഷ്കരിച്ച പ്രദേശത്തിന് മുകളിലുള്ള ജലത്തെ അതിന്റെ സന്തുലിതാവസ്ഥയിൽ നിന്നും സ്ഥാനഭ്രംശം നടത്തുന്നു. അപ്പൊ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പ്രകമ്പനം ഉണ്ടാവുകയും ആ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന പ്രകമ്പനമാണ് സമുദ്രത്തിന്റെ തിരമാലകൾ മുകളിലേക്ക് അതിശക്തമായി ഉയരുന്നതിനും അത് സുനാമിയായി മാറുന്നതിനും കാരണമാകുന്നത്. അപ്പോ ഈ സുനാമി തിരകൾ കാരണം ഒരുപാട് നാശനഷ്ടങ്ങളും മാത്രമല്ല, കിലോമീറ്ററോളം ദൂരം ആ തിരമാലകള് റണ്ണിങ് ചെയ്യുന്നാണ് പറയുന്നത്. അപ്പൊ സമുദ്ര അടിത്തട്ടിൽ ഉണ്ടാകുന്ന പ്രകമ്പനമാണ് സുനാമി തിരകൾ ഉടലെടുക്കുന്നതിന് കാരണമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 2004 ഇന്ത്യൻ ഓഷ്യനിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് 2004 ഡിസംബർ 26-ാം തീയതി സുനാമി തിരകൾ ഉണ്ടായത്. മെനി പീപ്പിൾ ഡെഡ് ആൻഡ് മില്യൺ വെയർ ഡിസ്പ്ലേസ്ഡ്. ഒരുപാട് ആളുകൾ അതിൽ മരണപ്പെടുകയും ഒരുപാട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായും വന്നു. ദ ഹാർഡസ്റ്റ് ഹിറ്റ് ഏരിയ വെയർ ഓൺ സൗത്തേൺ കോസ്റ്റ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ഇതിന്റെ ഈ ഒരു സുനാമി തിരകളുടെ ഭാഗമായിട്ട് അത് എവിടെയും ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിരുന്നു. ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളെയും അത് ബാധിച്ചിരുന്നു. അപ്പോ 2004 ഡിസംബർ 26-ാം തീയതിയാണ് സുനാമി തിരകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ടത്. കടലിന്റെ അടിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളാണ് സുനാമി തിരകൾ ഉണ്ടാകാൻ കാരണമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തതാണ് മണ്ണിടിച്ചിൽ. A landslide is the movement of rock debris or earth down a slope. They result from the failure of the materials which make up the hill slope and are
ഡ്രൈവൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അതായത് മലഞ്ചെരിവിലൂടെ, ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ മലഞ്ചെരിവ്, അപ്പോ മലഞ്ചെരിവിലൂടെ പാറ, അതേപോലെ തന്നെ പിന്നെന്താണ് ഡിബറീസ് എന്ന് പറഞ്ഞ അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ അവയൊക്കെ മൂവ്മെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മലഞ്ചെരിവിലൂടെ പാറയും അവശിഷ്ടങ്ങളും ഭൂമിയുടെ ചലനത്തിലൂടെ മണ്ണിടിച്ചിൽ നേരിടുന്നു. കുന്നിൻ ചെരിവിൽ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ പരാജയം മൂലവും ഗുരുത്വാകർഷണ ബലം മൂലവും നയിക്കപ്പെടുന്നതുമായ മണ്ണിടിച്ചിൽ. അപ്പോ നമുക്കറിയാം കുന്നിന്റെ ചെരിഞ്ഞ ഭാഗത്ത് കൂടെ റോക്കും അവശിഷ്ടങ്ങളൊക്കെ താഴേക്ക് പതിക്കുന്ന അവസ്ഥയാണ് മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത്. ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള കാരണവും തന്നെയാണ് ഭൂമിയുടെ അടിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനം കൊണ്ടാണ് മണ്ണിടിച്ചിലും ഉണ്ടാകുന്നത് കേട്ടോ. മാത്രല്ല ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പർവ്വത ശൃംഖലയാണ് ഇന്ത്യയിലുള്ളത്. ഹിമാലയം, യുറേഷ്യൻ ഫലകങ്ങളുടെ കൂട്ടിയിടി മൂലമാണ് ഇവ രൂപം കൊള്ളുന്നത്. അപ്പോ ഹിമാലയ പർവ്വതത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടാറുള്ളത് എന്നാ പറയുന്നത്, ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള സിറ്റുവേഷൻ നേരിടാറുള്ളത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഹിമാലയ പർവ്വതങ്ങളിലും നോർത്ത് ഹിൽസ് റേഞ്ചുകളിലും വെസ്റ്റേൺ ഘാട്ടിലും നീലഗിരിയിലും ഈസ്റ്റേൺ ഘാട്ടിലും വിദ്യാനിരകളിലും ഒക്കെ 15% മണ്ണിടിച്ചിൽ നേരിടുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ പിന്നെ സിക്കിമ്, മിസോറാം, ത്രിപുര, മേഘാലയ, ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള ക്രോണിക് പ്രോബ്ലങ്ങൾ നേരിടാറുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ മണ്ണിടിച്ചിലിനെ കുറിച്ച്. ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക. കൂടുതലായിട്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന മണ്ണിടിച്ചിലിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അപ്പൊ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഇനി ഫ്ലഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഫ്ലൂഡിങ് മേ ഒക്കർ ഓവർഫ്ലോ വാട്ടർ ഫ്രം വാട്ടർ ബോഡി, ഭൂമിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൂടുതൽ വെള്ളം ഉണ്ടാവുമ്പോഴാണ് വെള്ളപ്പൊക്കം നേരിടുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ കുട്ടികളെ, യൂണിറ്റ് 4 ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അതിൽ നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഫൈലിൽ നമ്മൾ എർത്ത് കേക്ക്, സുനാമി, ലാൻഡ് സ്ലൈഡ് ഈ 3 ടോപ്പിക്കുകളും പറഞ്ഞു കഴിഞ്ഞു. ഫ്ലഡ് എന്താണ് ഫ്ലഡ് എന്ന് നമുക്ക് നോക്കാം. ഫ്ലഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഫ്ലഡൊക്കെ ഒരുപാട് ഇപ്പോൾ ഫേസ് ചെയ്ത ആളുകളാണ്. 2018 മുതൽ വെള്ളപ്പൊക്ക ഭീഷണി കേരളത്തിലും കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. അത് അശാസ്ത്രീയമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും നമ്മളെ സംസ്ഥാനത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലൊട്ടാകെ ഫ്ലഡ് നേരിടുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം ഇഷ്യൂസാണ് ഈ ഫ്ലഡ് കാരണം ഉണ്ടാകാറുള്ളത്, അത് ഏതൊക്കെ തരത്തിലാണ് മറ്റുള്ളവരെ ബാധിക്കാറുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നമ്മളിനി നോക്കുന്നത്. ഫ്ലഡിങ് മെനി ഒക്കർ ആസ് ആൻ overflow of water from water bodies such as river, lake or ocean in which the water overtops or break leaves, resulting some of that water escaping its usual boundary. അതായത് flooding may occur as an overflow of water from water bodies. അതായത് വാട്ടർ ഏതിൽ നിന്നൊക്കെയാണ് വാട്ടർ ഓവറായിട്ട് വരുന്നത്? റിവർ, ലേക്ക് ഓർ ഓഷ്യൻ, നദികളിൽ നിന്നും പുഴകളിൽ നിന്നും തടാകങ്ങളിൽ നിന്നൊക്കെ വെള്ളം അമിതമായിട്ട് പുറത്തേക്ക് ഒഴുകുകയും അത് ബൗണ്ടറിക്കപ്പുറത്തേക്ക്, അതിർത്തിക്കപ്പുറത്തേക്ക്, അതായത് ഇപ്പോൾ ഒരു നദി ഉണ്ടെങ്കിൽ ആ നദിക്ക് കുറുകെ ഒരു അതിർത്തി ഉണ്ടായിരിക്കും, അതും കടന്ന് ഓവർഫ്ലോ ആയിട്ട് അതിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് വളരെ ഓവർഫ്ലോ ആയിരിക്കും. അങ്ങനെ ഒഴുകപ്പെടുമ്പോഴാണ് എന്ത് ഉണ്ടാകുന്നത്? ഫ്ലഡ് ഉണ്ടാകുന്നതായിട്ട് ഇവിടെ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാം. അപ്പോൾ എന്താണ് ഫ്ലഡ് എന്ന് നിങ്ങൾക്കറിയാം. നദികളിൽ നിന്നും തടാകങ്ങളിൽ നിന്നും പുഴകളിൽ നിന്നൊക്കെ
മഴവെള്ളം അമിതമായി പുറത്തേക്ക് ഒഴുകപ്പെടുമ്പോൾ അതിർത്തികൾ കടന്ന് പുറത്തേക്ക് ഒഴുകപ്പെടുമ്പോഴാണ് ഫ്ലഡ് ഉണ്ടാകാറുള്ളത് നാം മനസ്സിലാക്കി. അതേപോലെ തന്നെ 30 മില്യൺ പീപ്പിൾസിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആനുവലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. 30 മില്യൺ പീപ്പിൾസിനെയാണ് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാറുള്ളത്. അതേപോലെ ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങി നദികളിൽ നിന്നൊക്കെ ഇതുപോലെ വെള്ളം പുറത്തേക്ക് ഒഴുകി 40 മില്യൺ ഹെക്ടേഴ്സ് ഭൂമി വെള്ളത്തിൻ്റെ അടിയിലായിട്ട് പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫ്ലഡ് പ്രതിഭാസം ഫേസ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ 5 സ്റ്റേറ്റുകളാണ് ഇവിടെ പറയുന്നത്. ആസാം, ബീഹാർ, ഒറീസ, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ. ഏകദേശം 5 സംസ്ഥാനങ്ങളാണ് ഈ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നതായിട്ട് ഇവിടെ പറയുന്നത്. ആസാമും ബീഹാറും ഒറീസയും ഉത്തർപ്രദേശും വെസ്റ്റ് ബംഗാളും. അപ്പം ഈ 5 സംസ്ഥാനങ്ങളാണ് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നതായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ പറയണേ, ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ ഈ ഒരു വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സംസ്ഥാനങ്ങൾ ആസാം, ബീഹാർ, ഒറീസ, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. മാത്രമല്ല ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുമ്പോൾ അതൊരുപാട് ആളുകളുടെ ജീവനും സ്വത്തിനൊക്കെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നും കണക്കുകൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശങ്ങളിലും 2008-2018 റിപ്പോർട്ട് പ്രകാരം ഓരോ പ്രദേശങ്ങളിലും എത്ര ആളുകളാണ് വെള്ളപ്പൊക്കം കാരണം മരണപ്പെട്ടത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2008 തമിഴ്നാട്, കർണാടക തുടങ്ങിയ മേഖലകളിൽ 37 ആളുകളാണ് വെള്ളപ്പൊക്ക ഭീഷണി കാരണം മരണപ്പെട്ടത്. അങ്ങനെ ഓരോ സ്റ്റേറ്റുകളിലും 2016 ആസാമില് 1.8 മില്യൺ ജനങ്ങൾ മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയലോ ബുക്കോ ഉണ്ടായിരിക്കും. ആ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ആ ടേബിളിൽ കാണാം ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ വർഷത്തെയും വെള്ളപ്പൊക്കം കാരണം എത്ര ആളുകൾ മരണപ്പെട്ടു എന്നൊരു കണക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നോക്കുക. ഓക്കെ, അടുത്തതാണ് സൈക്ലോൺസ്. എന്താണ് സൈക്ലോൺ? ചുഴലിക്കാറ്റുകൾ. ചുഴലിക്കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലോണുകൾ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ. എനി ലാർജ് സിസ്റ്റം ഓഫ് വിൻഡ് ദാറ്റ് സർക്കുലേറ്റ് എബൌട്ട് എ സെന്റർ ഓഫ് ലോ atmospheric pressure in a counter-clockwise direction of north of the equator and in a clockwise direction to the south is known as cyclone. അപ്പോൾ ചുഴലിക്കാറ്റുകൾ അനുഭവപ്പെടാറുള്ളത് എപ്പോഴാണ് നമുക്ക് നോക്കാം. സൈക്ലോണുകൾ, അതായത് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് എതിർ ഘടികാര ദിശയിലും തെക്ക് ഘടികാര ദിശയിലും താഴ്ന്ന അന്തരീക്ഷമർദ്ദമുള്ള ഒരു കേന്ദ്രത്തിനു ചുറ്റും സഞ്ചരിക്കുന്ന ഏതൊരു വലിയ കാറ്റിനെയും സൈക്ലോൺ എന്ന് വിളിക്കുന്നു. എനി ലാർജ് സിസ്റ്റം ഓഫ് വിൻഡ് ദാറ്റ് സർക്കുലേറ്റ് എബൌട്ട് എ സെന്റർ ഓഫ് ലോ അറ്റ്മോസ്ഫറിക് പ്രഷർ ഇൻ എ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓഫ് നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ആൻഡ് ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടു ദ സൗത്ത് ഈസ് നോൺ ആസ് സൈക്ലോൺ. ഭൂമധ്യരേഖയ്ക്ക് വടക്ക് എതിർ ഘടികാര ദിശയിലും തെക്ക് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഘടികാര ദിശ, അപ്പൊ തെക്ക് ഘടികാര ദിശയിലും താഴ്ന്ന അന്തരീക്ഷമുള്ള ഒരു കേന്ദ്രത്തിന് ചുറ്റും സഞ്ചരിക്കുന്ന ഏതൊരു വലിയ കാറ്റിനെയും സൈക്ലോൺ എന്ന് വിളിക്കുന്നു. മാത്രല്ല ഈ ഇത്തരത്തിലുണ്ടാകുന്ന സൈക്ലോൺ മൂലം സൈക്ലോൺ വിൻഡ് മൂവ് അക്രോസ് നിയർലി ഓൾ റീജിയൻ ഓഫ് ദ എർത്ത് എക്സെപ്റ്റ് ഇക്വറ്റോറിയൽ ബെൽറ്റ് ആൻഡ് ജനറലി അസോസിയേറ്റഡ് വിത്ത് റെയിൻ ഓർ സ്നോവ്. കാറ്റിന്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ശക്തമായ മഞ്ഞുവീഴ്ചയ്ക്കും മഴയ്ക്കും കാരണമാകുന്നു. അപ്പോൾ ചുഴലിക്കാറ്റിന്റെ ശക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് മഴയുടെ ശക്തി വർദ്ധിക്കുന്നതിന് നിങ്ങൾ കണ്ടിട്ടില്ലേ വാർത്തയിൽ പറയണത് ന്യൂനമർദ്ദം കാരണമാണ് ഓരോ ജില്ലകളിലും അലർട്ട്, യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട് ഒക്കെ പ്രഖ്യാപിക്കാറുള്ളത്. ന്യൂനമർദ്ദം കാരണം മഴ കൂടാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സൈക്ലോണിന്റെ ക്വാണ്ടിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ, സൈക്ലോണിന്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ
അത് എന്തിന് കാരണമാകും? മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാകും എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അതേപോലെ തന്നെ സൈക്ലോൺ കാരണം ഓരോ പ്രദേശങ്ങളിലും എത്ര ആളുകൾ ഓരോ വർഷത്തിലും മരണപ്പെട്ടു എന്നുള്ള കണക്കും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 2017 സൈക്ലോൺ കാരണം, ഓക്കി സൈക്ലോൺ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കി സൈക്ലോൺ കാരണം കേരളത്തിലും തമിഴ്നാട്ടിലും ഗുജറാത്തിലുമായി 282 പേര് മരണപ്പെട്ടതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. 2017 ഓക്കി സൈക്ലോൺ വീശിയതിനെ തുടർന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഗുജറാത്തിലും 282 പേര് മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതാണ് സൈക്ലോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ തരത്തിലുള്ള സൈക്ലോൺ വീശാറുള്ളത് ഏതൊക്കെ ഏരിയകളിലാ ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാള്, വെസ്റ്റ് ബംഗാള്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ മേഖലകളിലേക്ക് അറേബ്യൻ സീ, അറബിക്കടലിൽ നിന്നും സൈക്ലോണുകൾ വീശാറുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ബംഗാൾ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങി സംസ്ഥാനങ്ങളിലേക്ക് അറബിക്കടലിൽ നിന്നും ചുഴലിക്കാറ്റുകൾ വീശാറുണ്ട് എന്നാണ് സൈക്ലോണിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്. അതാണ് സൈക്ലോൺ. നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കാൻ. ഡ്രോട്ട്. എന്താണ് ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വരൾച്ച. അമിതമായ വരൾച്ച നേരിടുമ്പോഴും അത് ഒരു ഡിസാസ്റ്റർ ആണ്. മനുഷ്യനെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ടാണ് ഏതിനെ ചൂണ്ടിക്കാണിക്കുന്നത്? ഡ്രോട്ടിനെയും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഡ്രോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോളൂ. A drought is a period of below average precipitation in a given region, resulting in prolonged shortage in the water supply, whether atmospheric surface water or groundwater. A drought can last for months or years, or may declared after a few of 15 days. വരൾച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വരൾച്ച എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Drought is a period of below average precipitation in a given, resulting in prolonged shortage in water supply. വാട്ടർ സപ്ലൈയിൽ ഷോർട്ടേജ് സംഭവിക്കുക. ബിലോ ആവറേജ്, ബിലോ ആവറേജിന് താഴെയും വാട്ടർ സപ്ലൈക്ക് എന്ത് സംഭവിക്കുന്നു? ഷോർട്ടേജ് സംഭവിക്കുന്നു. അറ്റ്മോസ്ഫറിക് സർഫേസ് വാട്ടർ ഓർ ഗ്രൗണ്ട് വാട്ടർ, ഭൗമോപരിതലത്തിലും ഭൂമിക്ക് താഴെയും ആയി വാട്ടർ സപ്ലൈയിൽ ഷോർട്ടേജ് സംഭവിക്കുമ്പോഴാണ് എന്ത് നേരിടുന്നത്? വരൾച്ച നേരിടുന്നത്. അപ്പോ വരൾച്ച നേരിടുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് അതായത് വാട്ടർ സപ്ലൈയുടെ അളവ് ഭൗമോപരിതലത്തിലും ഭൂമിയുടെ ഇവിടെ സർഫേസ് വാട്ടർ ഭൗമോപരിതലത്തിലും ഗ്രൗണ്ട് വാട്ടർ ഭൂമിയുടെ അടിയിലും വാട്ടറിന്റെ ആ ഒഴുക്ക് തീരെ ഇല്ലാതാവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വരൾച്ച സംഭവിക്കുന്നത്. അതേപോലെ തന്നെ എ ഡ്രോട്ട് ക്യാൻ ലാസ്റ്റ് ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ് ഓർ മേ ഡിക്ലെയർഡ് ആഫ്റ്റർ ഫ്യൂ ഓഫ് 50 days. ചിലപ്പോൾ 15 ദിവസം വരെ ഒരു മഴയില്ലാതിരിക്കും. ആ 15 ദിവസത്തിൽ നിന്ന് പിന്നെ ഒരു മാസമോ ഒരു വർഷമോ മഴ ഇല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? വരൾച്ച എന്ന് പറയാം. About 50 million are affected annually by drought in India. ഏകദേശം 50 മില്യൺ ജനങ്ങളെ ഏത് ബാധിക്കുന്നുണ്ട് എന്നാ പറയുന്നത്? വരൾച്ച ഭീഷണി നേരിടുന്നുണ്ട്. ഇനി വരൾച്ച ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഏതാ? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒറീസ, ആന്ധ്രാപ്രദേശ്. വരൾച്ച ഭീഷണി നേരിടുന്ന പ്രദേശമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തർപ്രദേശും മധ്യപ്രദേശും ഒറീസയും ആന്ധ്രാപ്രദേശുമാണ്. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്, ലാസ്റ്റ് ടോപ്പിക്, ഹീറ്റ് വേവ് ആൻഡ് കോൾഡ് വേവ്. എന്താണ് ഹീറ്റ് വേവ് അഥവാ കോൾഡ് വേവ് എന്ന് നമുക്ക് നോക്കാം. ഉഷ്ണതരംഗങ്ങളും ശീതതരംഗങ്ങളും. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഹീറ്റ് വേവ്, ഹീറ്റ് വേവ് എന്ന് പറഞ്ഞാൽ ഉഷ്ണതരംഗവും അതേപോലെ തന്നെ കോൾഡ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശീതതരംഗവും. ഹീറ്റ് വേവ് ഈസ് എ പീരിയഡ് ഓഫ് abnormally high temperature.
അബ്നോർമൽ ആയിട്ട് ടെമ്പറേച്ചർ വർദ്ധിക്കുക. മോർ ദാൻ ദ നോർമൽ മാക്സിമം ടെമ്പറേച്ചർ ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ സമ്മർ സീസൺ ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിലായിട്ട് സമ്മർ സീസണിൽ അമിതമായി ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളിൽ സമ്മർ സീസണിൽ അമിതമായി ടെമ്പറേച്ചർ ചൂട് വർദ്ധിക്കുന്നതിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹീറ്റ് വേവ് എന്ന് പറയപ്പെടുന്നത്. മാത്രല്ല ഈ ഹീറ്റ് വേവിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് ജൂൺ അതായത് ഏപ്രിൽ മെയ് മാർച്ച് അതേപോലെ ഏപ്രിൽ മെയ് ജൂൺ അത്രയും വരെയാണ് സമ്മർ സീസൺ ആയിട്ട് നമുക്കറിയാം. ആ സമയത്ത് 45 ഡിഗ്രി സെൽഷ്യസിന് മേലെ ചൂട് വർദ്ധിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഹീറ്റ് വേവ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇത്തരത്തിലുണ്ടാകുന്ന ഹീറ്റ് വേവിൽ ഓസോൺ പാളിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അതിന് ഓസോൺ പാളിക്ക് സുഷിരങ്ങൾ ഹോളുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കാൻ ഇടവരുകയും അങ്ങനെ ആളുകളുടെ സ്കിന്നിന് അത് വളരെ സ്കിൻ ക്യാൻസർ പോലെയുള്ള ത്വക്ക് രോഗങ്ങൾക്കും മറ്റു പല പകർച്ചവ്യാധികൾക്കൊക്കെ ഈ ഒരു ടെമ്പറേച്ചറിന്റെ അളവ് ഭൂമിയിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം ദോഷകരമായി ഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഫൈലായിട്ട് ഇന്ത്യയുടെ നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഫൈൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 7 പോയിന്റ്സുകൾ നിങ്ങൾ എഴുതിയിടണം. ഈ പോയിന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എർത്ത് കേക്ക് കാരണം നമുക്കറിയാം ഭൂമികുലുക്കം, സുനാമി, ലാൻഡ് ഫ്ലൈഡ്, ഫ്ലഡ്, സൈക്ലോൺ, ഡ്രോട്ട്, ഹീറ്റ് വേവ് ആൻഡ് കോൾഡ് വേവ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെയാണ് നാച്ചുറൽ ഡിസാസ്റ്റർ പ്രൊഫൈൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത യൂണിറ്റ് നമുക്ക് നോക്കാം. ഓക്കെ.